50,000 രൂപ. അതിന് കമ്മി എനിക്ക് വേണ്ട. എന്റെ ലളിതാമേ, നീ എന്താ പൊണ്ണ ശരിക്കൊന്ന് പാര്. കിളിയാ, നല്ല പഞ്ചവർണ്ണ കിളി. 1 മാസം വേണ്ട നിന്റെ കാശ് മുതലാക്കാൻ. പിന്നെ 1 മാസം അപ്സരസനെയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? ഒന്ന് പോതല്ലേ. കഴിഞ്ഞ കുറി ഇതുപോലെ പറഞ്ഞിട്ട് ഒരു വേടക്ക് പെണ്ണിനെയും കൊണ്ടുവന്ന് കാശ് വാങ്ങി പോയതല്ലേ നിങ്ങള്? അന്ത നഷ്ടം ഇക്കുറി ഇന്ത പൊണ്ണിലെ തീരും. പട്ടേല് മുതലാളി പൊണ്ണിനെ ഒന്ന് പാക്കട്ടും. ജമുന, അന്ത പൊണ്ണിനെ എങ്ക കൊണ്ടുവാ. എന്നടി ഇങ്ങ വരാൻ പറഞ്ഞിട്ട് വേഷം കെട്ട് കാട്ടിയാ? വെളച്ചിൽ വേണ്ട, നല്ല വീക്ക് വെച്ചിരുന്ന ഇങ്ങ എന്നെ പോകാൻ അനുവദിക്കൂ. എനിക്ക് വീട്ടിലേക്ക് പോണം. ഈ സ്ത്രീ എന്നെ ചതിച്ചു കൊണ്ടുവന്നതാ. മിണ്ടിപ്പോവരുത്. നാട്ടിൽ നമ്മ കുഴപ്പപ്പിച്ചിട്ട് ചാടിപ്പോന്നോളല്ലേ നീ? സത്തം പൊട്ട പോലീസ് ഏൽപ്പിക്കൂന്നെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ക്ഷേത്രത്തിലെ തിരക്കിൽ വഴി തെറ്റിപ്പോയ എന്നെ പാട്ടിയുടെയും അമ്മാവുടെയും അടുത്ത് എത്തിക്കാനും പറഞ്ഞ് ചതിച്ചതല്ലേ നിങ്ങള്? പണം കൊടുത്തേക്ക്. ये साले चल। പെണ്ണേ, നാവടക്കി മര്യാദയ്ക്ക് അവിടെ ഇരുന്നോളണം. വെറുതെ എന്റെ കൈ മെനക്കെടുത്തരുത്. ഞാൻ പോയിക്കോട്ടെ. എന്തിനാ എന്നെ പിടിച്ചയക്കുന്നത്? ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. നിന്നെ ഇപ്പൊ വിടാം. 50,000 രൂപ തികച്ചു എണ്ണി കൊടുത്തതാ തള്ളക്ക്. അവരെന്നെ ചതിച്ചതാ. മാറി, ഞാൻ പോട്ടെ. ലളിതമ്മേ, അവള് ചത്തുപോകും. അവക്ക് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? കൂടുതൽ വളവ് കാണിക്കണ്ടെന്ന് വീരുമ്പ് പഠിപ്പിച്ചു വയ്ക്കും ഞാൻ. പോവരുതോ? എന്ത് വേണോ നിക്ക? ഒന്നുകൂടി നരകത്തിൽ വന്ന് പെട്ടല്ലോ എന്നുള്ള സന്തോഷം. പാപികള് പോ. എന്തിനാ പാവം പെൺകുട്ടി എവിടെ എത്തിച്ചത്? അതിന്റെ കണ്ണീര് കാണുമ്പോ എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ജീവിതത്തിൽ ഒരിക്കലും കരയില്ലെന്ന വാശിയായിരുന്നു. ഇന്ന് ആ പെണ്ണ് കാരണോ? കണ്ടിട്ട് ഏതോ നല്ല വീട്ടിലെ കുട്ടിയാ. പാവം, ഒരു നെയ്വിളക്ക് കത്തുന്ന ശോഭയുണ്ട് മുഖത്തിന്. ഏതോ അമ്പലത്തിലെ തിരക്കിന്ന് ആ തള്ളയുടെ കൈ കിട്ടിയതാ. എന്തോ പറഞ്ഞ് വശത്താക്കി കൊണ്ടുവന്നു. ഈ രാത്രിയോടെ എല്ലാം കഴിയും. CI റാവു എത്തിയിട്ടുണ്ട്. ആദ്യം അയാളുടെ ഊഴാണല്ലോ. ലളിതാമ്മ കെട്ടിക്കുന്ന വേഷം അണിഞ്ഞു കഴിയുമ്പോൾ അവളുടെ പുതിയ ജന്മം തുടങ്ങുകയായി. പട്ടേല് ഇന്ത്യൻ സ്ത്രീകളുടെ എല്ലാ മോഡലും ഒരുക്കി നിർത്തിയിരിക്കല്ലേ, അതിലൊന്നുകൂടി.
എന്താ ഈ ഒരു കുട്ടിയെ കുറിച്ച് മാത്രം ഇത്ര വേവലാതി? ഇവിടെയുള്ള മറ്റു പെൺകുട്ടികളോ? അവരിൽ കൂടുതലും സ്വയം അറിഞ്ഞുകൊണ്ട് ഒന്ന് ചാടുകയല്ലേ. ഈ പെൺകുട്ടി എന്ത് പഴിച്ചു? അവളുടെ ജീവിതം മറ്റുള്ളവർക്ക് തോന്നും പോലെ ചവിട്ടി അരക്കുകയല്ലേ. ആവശ്യമില്ലാത്തത് എന്തിനാ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനിവിടെ ആരുടെയോ പെങ്ങന്മാരെ കൂട്ടിക്കൊടുത്ത് കിട്ടുന്ന കാശുകൊണ്ടാ നാട്ടിലുള്ള എൻ്റെ പെങ്ങന്മാര് മാനം വയ്ക്കാതെ കഴിയുന്നത്. വാ കിട്ടവാ വാ പാപ്പാ. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യല്ലേ. വേണ്ട. വാ 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 പാപ്പാ. പുതിയ വാനം പുതിയ ഭൂമി. വാ പാപ്പാ വാ 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 பாப்பா. கிட்ட வா, துள்ளி துள்ளி ஓடுறியே. எனக்கு வெட்டி சாப்பிட்டா பிடிக்காது, வேட்டையாடி சாப்பிடணும்னு ரொம்ப ஆசை. அதனால உன்னை வா 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 கண்ணா வா. செல்லமா கூப்பிடுற இல்ல? வா மாமா வா, கிட்ட வா வா வா. பயப்படாத கண்ணு, வா வாமா வாமா வா கண்ணு. எதுக்கு இங்க உட்கார்ற? அங்க பெட்டுக்கு போயிடுவோம். வா சீக்கிரமாமா வாமா. வா 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 கண்ணு, எனக்கு ரொம்ப பிடிச்சு போச்சு. வா கண்ணு வா. பட்டேலு இப்படி போட்டு அடிச்சுட்டாளே. இல்லையா കുരുത്തങ്കത്തോടെ വേണ്ട, കൊല്ലണ്ട. അവളെ മെരുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനിവിടെ നിൽക്കില്ല, എനിക്ക് പോണം, എനിക്ക് വീട്ടിൽ പോണം. അവിടെ കിടക്കണേ, നിനക്ക് വേണ്ട എന്താണെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. നിൽക്കടി അവിടെ, എടി നിൽക്കാൻ. എന്നെ വിട്, എന്നെ
അകത്തേക്ക്. கௌரி, ஐயோ குழந்தை காணா, யாராவது போய் கொஞ்சம் கூப்பிடுங்க. கௌரி, അപ്പു, ആ പെൺകുട്ടി അത് അത് ഗൗരിയാണ്. എനിക്ക് അവളെ അറിയാം അപ്പു. അവളുടെ ഊമയായ അനിയനെ, അമ്മയെ, പാട്ടിയെ. ഇല്ല, അവൾ ഈ നരകത്തിൽ അകപ്പെടാൻ പാടില്ല. അവളുടെ പവിത്രത ആരും ഒരു നോട്ടം കൊണ്ടുപോലും കളങ്കപ്പെടുത്താൻ പാടില്ല. അപ്പു, ഒരാളെ കൂടി കൊണ്ടുപോകാൻ നിന്റെ ലോറിക്കാർ തയ്യാറാകൂ? എന്താ ഈ പറയുന്നത്? അതെ അപ്പു, എനിക്ക് അവളെ അവളുടെ വീട്ടിലെത്തിക്കണം. ഈ പറയുന്നതിന്റെ പിന്നിലെ മനുഷ്യത്വം എനിക്ക് മനസ്സിലാവും. പക്ഷെ പട്ടേൽ, അയാളോട് ഞാൻ സംസാരിക്കാം. വേണ്ട, അതത്ര നിസ്സാരമല്ല. നിങ്ങൾ കണ്ടതിനപ്പുറത്ത് അയാളുടെ ഒരു ചെകുത്താനുണ്ട്. അറിയാം. എങ്കിലും ഞാൻ അയാളോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. നീ ആൺകുട്ടിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ പട്ടേലിന്റെ മുമ്പിൽ വന്നിത് പറയാൻ നീ ധൈര്യം കാണിച്ചത്. ആ കൊച്ചിനെ നിനക്ക് കൊണ്ടുപോകണമെങ്കിൽ ആയിക്കോ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അവളുടെ പുറത്ത് ഞാൻ ഇറക്കിയ കാശ് അതെനിക്ക് തിരിച്ചു കിട്ടണ്ടേ? അതല്ലേ ന്യായം? എന്താ പോ? തരാം, ഞാൻ തരാം. എന്നാവാ, പണവും കൊണ്ട്. ബാക്കി നമുക്കപ്പം സംസാരിക്കാം. എന്താ? കരയല്ലേ, കൊണ്ടുപോവുക കുട്ടിയെ ഞാൻ. പണം കൊടുക്കാമെന്ന് പട്ടേലിനോട് പറയുമ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. അതറിയാൻ തന്നെയാ ഞാനും നിന്നത്. എവിടുന്ന് എടുത്ത് കൊടുക്കും? രൂപ 50,000 വേണം. അത്രയും തുക എനിക്കറിയില്ല അപ്പോ. എന്റെ കയ്യിലുള്ള നുള്ളി പറയ്ക്കാ തന്നെ എവിടെ എത്താനാ? എന്തെങ്കിലും വിൽക്കാനോ പണയം വെക്കാനോ എന്ന് വിചാരിച്ച എന്തെടുത്ത് വിൽക്കാനാ? വാങ്ങാൻ ആളുണ്ടോന്ന് അന്വേഷിക്കേ, അല്ലെങ്കിൽ പണയത്തിന് എന്റെ ജീവൻ എന്റെ അതേ ഉള്ളൂ.
ഇതെടുക്കാം. ഇത്രയും കാലം മാനം വിറ്റ് കിട്ടിയതാ. ഇതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് സന്തോഷായി. നിങ്ങളൊരു വലിയ മനുഷ്യനാ. ദൈവം നിങ്ങളെ എങ്ങോട്ട് അയച്ചത്. അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുജ്ജന്മ പുണ്യം. അരുത്. നിങ്ങളുടെ കൈകൊണ്ട് തൊടാനുള്ള യോഗ്യത ഇതിനില്ല. അപ്പോ ഇതെടുക്ക്. ഒരു വലിയ മനസ്സുണ്ട് നിനക്ക്. നിന്റെ മുന്നിൽ ഞാനും ഈ ലോകവും ചെറുതാവുക. ത്തിൽ കൂടുതൽ ഇതിന് വില വരുമെന്ന് പറയപ്പോ. അച്ഛാ, 50,000. 50,000. അപ്പോ നീ അറിഞ്ഞു വെച്ചിരിക്കുന്നു എന്റെ മുതൽ മുടക്ക്. രഘുവീർ, ഇവൻ ആള് കൊള്ളാമല്ലോ. ഇവനെ ഇനി ഇവിടെ വെച്ചോണ്ടിരുന്നാൽ കാര്യം ശരിയാവത്തില്ല. നിനക്ക് ഇന്ന് തന്നെ സ്ഥലം വിടാം. കൊച്ചിനെ ഞാൻ പുറകെ അയച്ചേക്കാം. ഇറങ്ങി പോടാ. നമുക്ക് പോവാം. അയാൾ വാക്ക് മാറി. ഇറങ്ങി പോകാൻ പറഞ്ഞത് കേട്ടില്ലേ? വേണ്ട, അരുത്, അരുത്. വരൂ. പറയുന്ന കേൾക്കരുതേ. ഇത് കണ്ടോ? ആരുടെ സമ്പാദ്യമാണ് ഇത്? ഏതോ അവളുടെ അമ്മയെ കെട്ടിക്കാൻ കരുതി വെച്ച പൊന്നും പണവും. ആരാണിത്? എനിക്കറിയാം, എനിക്കറിയാം. രഘുവീർ,